അതിനും കാരണം അതിനും ഒരു സൊല്യൂഷനുണ്ട്. അതായത് ഈ നമ്മളെ ഈ ക്രഷറിലും എല്ലാം ടണ്ണേജ് മാത്രമേ കൊടുക്കാവൂ. ഓക്കെ, ടണ്ണേജ് മാത്രമേ കൊടുക്കാവൂ. എത്ര ടണ്ണ്? 5 ടണ്ണാണെങ്കിൽ 5 ടണ്ണ് അത്രേ കൊടുക്കാവൂ. അത് ഒരു സ്ഥലത്തും അത് മാറ്റി കൊടുക്കരുത്. ഏത് വണ്ടി വന്നാലും കൃത്യമായിട്ടുള്ള ടണ്ണ് മാത്രമേ കൊടുക്കാവൂ. അതെ, അതാകുമ്പോൾ പ്രശ്നം വരുന്നില്ല. അതാകുമ്പോൾ പ്രശ്നം വരുന്നില്ല. ഇതിപ്പോ ക്രഷറിന്ന് ഇതേപോലെ കൂട്ടി കൊടുത്താലും അവസാനം ഇപ്പോഴ് അമിതമായിട്ടാണ് വിലക്കയറ്റം. അതെ അതെ. കണ്ട് താബൂക്ക് നമുക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ 44-45 രൂപയൊക്കെ ഉള്ളായിരുന്നു ഒരു കല്ലിന്. ഇപ്പൊ വന്നിട്ട് 52 രൂപയായി. വീണ്ടും കൂടി. ഇതാ ഇപ്പൊ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവൻ്റെ ഇതിൽ ഇന്നറിയാൻ കഴിഞ്ഞ് ഇത് 55 രൂപ ആക്കാൻ പോണെന്ന് പറയുന്നു. കാര്യം അവരെയും കുറ്റം പറയാൻ പറ്റൂല. എന്താണ് വിലക്കയറ്റം, മെറ്റീരിയൽസിന്റെ വിലക്കയറ്റം. ഈ ഒരു ഏകീകരണം ഇല്ലാതെ ഈ മെറ്റീരിയൽസിന് പലരും പല രീതിയിലാണ് കൂട്ടുന്നത്, റേറ്റ് കൂട്ടുന്നത്. ചുമ്മാ അതങ്ങ് കൂട്ടുകയാണ്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഇന്ന് ഇപ്പൊ ക്രഷറുകൾ, അതേപോലെ തന്നെ യാർഡുകൾ, ഇന്നിപ്പോൾ ചെല്ലുന്ന റേറ്റ് ആയിരിക്കില്ല നാളെ. ഇപ്പൊ മെറ്റിൽ, പാറപ്പൊടി, എംസാൻഡ് മെറ്റിലിനൊക്കെ ഇപ്പൊ 65 രൂപ കിലോയ്ക്ക്. അല്ല, CFT റേറ്റ് 65 രൂപ. മുമ്പ് വന്ന് 45-നും 50-നും എടുത്തുകൊണ്ടിരുന്ന സാധനമാണ് ഇപ്പൊ ഒറ്റയടിക്ക് കൂട്ടിയാണ് 60-65. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്നല്ല, ഒന്നും കിട്ടൂലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുകൊണ്ട് നടക്കുന്നത്. കാര്യം ഇപ്പോഴും പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവര് ഈ ക്രഷറിലായിരുന്നാലും യാർഡുകളിലായിരുന്നാലും ഇവര് റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കസ്റ്റമർ എന്ന റേറ്റ് കിട്ടുന്നില്ല. ഒന്നാമത് ഈ എന്താണ് നമ്മളെ വീടുകളൊക്കെ അറിയാലോ, ഈ പഞ്ചായത്തിന്റെ ആ തുച്ഛമായ ഒരു 4 ലക്ഷം രൂപ കൊണ്ടിട്ടുള്ള ഒരു വീടാണ്. അവരുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് എന്ത് പറയും? നമുക്ക് ഇന്നത് കിട്ടിയേ പറ്റൂ, നമുക്ക് എന്തേലും കിട്ടിയങ്ങ് ഓടുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ വാടക ഇപ്പൊ കിട്ടാറില്ലെന്ന് പറഞ്ഞാൽ തുച്ഛമായി നമുക്ക് കയ്യിൽ നിന്ന് വെക്കേണ്ടി വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മുമ്പോട്ട് പോണത്. മനസ്സിലായി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. കാര്യം വില ഭയങ്കരമായിട്ടുള്ള വിലയും. എൻ്റെ ഡ്രൈവർ പുള്ളി തന്നെ ചോദിച്ചാൽ അറിയാം, നമുക്ക് റേറ്റ് കൂടുന്നില്ല, വില നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. പക്ഷെ നമ്മളെ വാടകയിൽ നിന്നും കൂടെ പൈസ എടുത്ത് മെറ്റീരിയൽ മേടിച്ച് കൊണ്ടു കൊടുക്കണം. കാര്യം അത്രയും ഒരു ഇതായി പോയി.